നമുക്കിന്ന് ബോട്ടി ഫ്രൈ ഉണ്ടാക്കിയാലോ. ആദ്യമായി ബോട്ടി കഴുകിയെടുക്കാം. പിന്നെ വേപ്പില, മല്ലിയില, മുളക്, വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ചെടുത്തതാണ്. സവാള അരിഞ്ഞെടുത്തതാണ്. ഇനി ചെറിയ ജീരകം, കറുവപ്പട്ട എല്ലാം മിക്സ് ചെയ്തതാണ്. നമുക്കിനി മുളക് പൊടി ഇടാം, മഞ്ഞൾപ്പൊടി ഇടാം. അടുത്തതായി നമുക്ക് ഉപ്പിടാം. ശേഷം നന്നായിട്ടെല്ലാം ചേർത്ത് ഇളക്കിയെടുക്കാം. എല്ലായിടത്തും നന്നായി എത്താവുന്ന രീതിയിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നമുക്കതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് ഉരുളി വയ്ക്കാം. ഉരുളിയിലേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം നമ്മുടെ അടുപ്പിനോട് ചേർത്ത് വയ്ക്കാം. അതിന് ശേഷം ഉരുളിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ചേരുവകളൊക്കെ നന്നായി മൂപ്പിച്ചെടുക്കുക. അതിനോട് കൂടി തന്നെ സവാളയും കൂടി ഇട്ട് മൂപ്പിക്കുക. ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ മസാല പൊടിച്ച് വെച്ചാൽ ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി നമ്മുടെ മസാല പറ്റിയിരുന്ന ബോട്ടിയും കൂടി ചേർത്ത് ഇളക്കാം. നന്നായിട്ട് തേച്ച് യോജിപ്പിച്ചതിന് ശേഷം ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കി മറിച്ച് നമുക്ക് മൂടി വയ്ക്കാം. കുറച്ച് വേപ്പിലും കൂടി ഇട്ട് മൂടി വയ്ക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ശരിക്കും വഴറ്റിയെടുത്തിട്ട് വെള്ളം വറ്റിക്കാം. ശരിക്കും തുറന്ന് വെച്ച് ശരിക്കും ഇളക്കി വെള്ളം വറ്റിച്ച് നമുക്ക് ഈ പരുവത്തിലാക്കി ഇട്ടും ഇനി നമുക്ക് കഴിക്കാം. താങ്ക് യു.